Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഇലക്ട്രോണിക്സ് ഡിവൈസസ് എന്നുള്ളതിലെ സെക്കൻഡ് MCQ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു MCQ സെറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ നെക്സ്റ്റ് ലെവൽ, അതായത് നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെക്ചറൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീക്കിലി നമ്മൾ ഒരു 5 അല്ലെങ്കിൽ 6 MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ 5 MCQ ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രോബ്ലംസും ഇൻക്ലൂഡിംഗ് ആണ്. അപ്പോൾ ഈ വീക്കും ഇതുപോലെ തന്നെ നമുക്ക് തിയറി ആൻഡ് പ്രോബ്ലംസ് അങ്ങനെയാണ്, അത് മിക്സഡ് ആണ്, ഒരു ടോപ്പിക് വൈസ് ആയിട്ടല്ല. നമുക്ക് കുറേ MCQs നമുക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളൊരു വീക്കിലി 5-6 എണ്ണമായിട്ട് നമ്മളാണ് ഡിസ്കസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീക്കിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ആണ്, അതുപോലെ തന്നെ പ്രോബ്ലംസും രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള MCQ സെറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ നോക്കൂ. At 25 degrees Celsius, a Zener diode is rated at 2 watts. Okay, അതായത് ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ സെനർ ഡയോഡ് എന്ന് പറയുന്നത് 2 വാട്ട് ആയിട്ടാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് 8 പവർ റേറ്റിംഗ് അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ് വിൽ ബി, ഇപ്പൊ 8 പവർ റേറ്റിംഗ് ആണെങ്കിൽ ആ ഒരു 50 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നത് എത്രയായിരിക്കും? സെയിം 8 വാട്ട്സ് തന്നെയാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. ഇറ്റ്സ് സെയിം 2 വാട്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും 50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും സെയിം 2 വാട്ട്സ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ആൻ ഇൻട്രിൻസിക് സെമികണ്ടക്ടർ ഈസ് ഡോപ്ഡ് വിത്ത് എ വെരി സ്മോൾ amount of boron, then in the extrinsic semiconductors formed, the number of electrons and holes will be. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമ്മളൊരു ചെറിയൊരു എമൗണ്ടിൽ ബോറോണുമായിട്ട് നമ്മൾ ഡോപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഫോം ചെയ്തിട്ടുണ്ട് അത് രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസും ഹോൾസും എന്താണ് അതിന് ചേഞ്ചസ് വരുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഡിക്രീസസ് ആൻഡ് ദ നമ്പർ ഓഫ് ഹോൾസ് വിൽ ബി ഇൻക്രീസസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആവുകയും നമ്പർ ഓഫ് ഹോൾസ് ഇൻക്രീസ് ആവുകയും ചെയ്യും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡോപ്പിംഗ് കാരണം ഒരു സ്മോൾ amount ഓഫ് ബോറോൺ കൊണ്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഹോൾസ് വിൽ ഇൻക്രീസ്. ഓക്കെ, ഹോൾസിന്റെ നമ്പർ നമുക്ക് ഇൻക്രീസ് ആകും. അപ്പോൾ എനിക്കിവിടെ ഈ പറയുന്ന ഹോൾസ് ഇൻക്രീസ് ആകുകയാണ്. അപ്പോൾ N×Np = Ni² ആണ് അല്ലെ. Nn×Np = Ni² ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് Nn നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഡിക്രീസസ് ആകും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഹോൾസ് വിൽ ഇൻക്രീസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഡിക്രീസസ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ സാമ്പിൾ ഓഫ് സിലിക്കൺ അറ്റ് T = 300 K is doped with boron at a concentration of 2.5 × 10⁻13 cm/-3 and with arsenic at a concentration of 1 × 10⁻13 cm. The material is, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ബോറോണിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ആർസനിക്കിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ഒരു ടെമ്പറേച്ചർ T = 300 K തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സാമ്പിൾ ഓഫ് സിലിക്കൺ ആണ് നമ്മൾ ഡോപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ നമുക്ക് എങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് വരുന്നത്? ദാറ്റ് ഈസ് എ പി ടൈപ്പ് മെറ്റീരിയൽ വിത്ത് P0 = 1.5 × 10⁻13 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊരു പി ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, Na it is greater than Nd, മെറ്റീരിയൽ എന്ന് പറയുന്നത് പി ടൈപ്പ് ആണ്. അപ്പൊ നമുക്ക് Na തന്നിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ Nd ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ പി ടൈപ്പ് മെറ്റീരിയൽ. Na എന്ന് പറയുന്നത് എന്താണ്? 2.5 ആണ്. Nd എന്ന് പറയുന്നത് നമുക്ക് ഡോപ്പിംഗ് 1 × 10⁻13 ആണ്. അപ്പൊ നമുക്ക് അറിയാം 2.5 is greater than 1 ആണ് അല്ലെ. സോ നമുക്ക് ആ മെറ്റീരിയൽ പി ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് പറയാം. ഇഫ് സപ്പോസ് Na ലെസ് ദാൻ Nd ആണെങ്കിൽ ഇറ്റ് ഈസ് N ടൈപ്പ് മെറ്റീരിയൽ ആണ് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് P0 എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് N0 നോക്കേണ്ട ആവശ്യമില്ല, കാരണം വിത്ത് ദ മെറ്റീരിയൽ ഈസ് പി ടൈപ്പ്. സോ ദ N0 = Na - Nd ആണ്. അപ്പൊ Na എന്ന് പറയുന്നത് 2.5 ആണ്, -1 that is equal to 1.5. ഈ 10⁻13 എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആണ്. സോ 1.5 × 10⁻13 ആണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് Na Nd ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ തന്നിട്ട് അത് ഏത് മെറ്റീരിയൽ ആണ്, അതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് അറിയണം. Na greater than Nd എന്നുള്ളത് പി ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In a sample of gallium arsenide at T = 200 K,
N0 is equal to 5 P0, Na is equal to 0. Then the values of N0. Okay, നമുക്ക് തന്നിരിക്കുന്നത് T is equal to 200 തന്നിട്ടുണ്ട്. N0 is equal to 5 into P0 ആണ്. അല്ലെ 5 P0 എന്നാണ്. Na, capital Na is equal to 0 ആണ്. So option D ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നമുക്ക് N0 യുടെ വാല്യൂ എന്ന് പറയുന്നത് 3.3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നോക്കൂ, KT is equal to നമുക്ക് ഇക്വേഷൻ അറിയാം 0.0259 200 by 300 that is equal to എത്ര ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത് 0.0173 ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത് 300K യിൽ Nc is equal to എത്രയാണ് നമുക്ക് 4.7 into 10 to the power 17, Nv is equal to 7 into 10 to the power 18, Eg electron gap is equal to 1.42 electron volt, and Ni square is equal to 4.7 into 10 to the power 17 into Nv, that is 7.0 into 10 to the power 18 ആണ് വരുന്നത്. Okay, so നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 200 by 300 whole power 3 e to the power minus 1.42 by 0.0173 വരും. That is Ni is equal to 1.48 ആണ് നമുക്ക് കിട്ടുന്നത്. Okay, അപ്പോൾ Ni is equal to നമുക്ക് തന്നിരിക്കുന്നത് N0 P0 എന്നാണ്. അപ്പോൾ Ni that is equal to 5 P0 square ആണ്. അപ്പോൾ N0 square by 5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെ N0 square by 5 എന്ന് വരും. അപ്പോൾ N0 is equal to square root of 5 into Ni എന്നാണ്. That is for square root of 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് അതേ into Ni. Ni യുടെ വാല്യൂ നമുക്ക് 1.48 അറിയാം. That is equal to 3.3 centimeter. Okay, ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു N0 യുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? A silicon crystal having a cross sectional area 0.0001 centimeter square and the length of 20 micrometer is connected to its end to a 20 volt battery. അപ്പോൾ നമുക്കൊരു സിലിക്കൺ ക്രിസ്റ്റലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് 20 മൈക്രോമീറ്റർ തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ ഒരു കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 20 വോൾട്ട് ബാറ്ററിയാണ്. At T is equal to 300K, we want a current of 100 milliampere in crystal. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ 300 കെൽവിനിൽ നമുക്ക് ആ ഒരു കറന്റ് 100 milliampere കറന്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റലിൽ വേണം. അങ്ങനെയാണെങ്കിൽ the concentration of donor atoms to be added. അപ്പോൾ ഏതൊരു കോൺസെൻട്രേഷനിലാണ് ഡോണർ ആറ്റം എന്നതിലേക്ക് അതിൽ ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ആൻസർ ഏതാ തന്നിരിക്കുന്നത്? ഓപ്ഷൻ ബി 4.6 into 10 to the power 13 centimeter cube ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ R is equal to 20 by 100 into 10 to the power minus 3. ക്രോസ് സെക്ഷണൽ ഏരിയ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 20 by 100 into 10 to the power minus 3 എന്ന് പറയുമ്പോൾ നമുക്ക് റേഡിയസ് 200 കിട്ടുന്നുണ്ട്. Then sigma is equal to L by RA ആണ് അല്ലെ. അപ്പൊ ലെങ്ത് അറിയാം നമുക്ക്, അതുപോലെ RA എത്രയാന്നുള്ളത് നമുക്ക് അറിയാം. That is equal to 0.01 കിട്ടുന്നുണ്ട് സിഗ്മ എന്നുള്ളത്. ഓക്കെ, അപ്പൊ സിഗ്മ which is approximately equal to E mu n N0. ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. സിഗ്മ which is approximately equal to E mu n N0 എന്നുള്ള ഇക്വേഷൻ അല്ലെ. സോ നമുക്ക് എന്താ വരുന്നത്? SI is for സിലിക്കണിൽ നമുക്ക് mu n is equal to 1350 ആണ്. നമുക്ക് അറിയുന്ന വാല്യൂ ആണ് mu n is equal to 1350. അപ്പൊ സിഗ്മയുടെ വാല്യൂ നമുക്ക് അറിയാം എന്താണ്? 0.01. 0.01 that is equal to E into 1.6 into 10 to the power minus 13 into mu n എന്ന് പറയുന്നത് 1350 into N0. N0 അല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So N0 is equal to 4.6 into 10 to the power 13 കിട്ടും. അതായത് നമുക്ക് N0 ആക്കുമ്പോൾ ഇത് ഡിവൈഡറിലേക്ക് വരും. So 4.6 into 10 to the power 13 എന്ന് വരുന്നുണ്ട്. N0 should greater than Ni ആണ്. അപ്പോൾ N0 is equal to Nd എന്നുള്ളത് വാല്യൂ വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ 4.6 നമുക്ക് വരുന്നുണ്ട് ആൻസർ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 5 MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസസിന്റെ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.